നല്ല മണമുള്ള മത്തി എന്നൊക്കെ പറയും. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണോ ഷെയർ കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നല്ല നാടൻ കപ്പ, ചിക്കൻ, മത്തി, ചമ്മന്തി ഏതാണ് സൂപ്പർ ടേസ്റ്റ് എന്ന് നോക്കണ ഒരു പരിപാടിയാണ്. പരിപാടിയൊന്നുമല്ല, ഞാൻ എനിക്ക് മുമ്പിൽ അതൊന്ന് വ്ലോഗായിട്ട് ചെയ്യണമെന്ന് മാത്രം. കുറച്ച് നോയ്സ് ഒക്കെ ഉണ്ടാവും, കാരണം അപ്പുറത്തിരുന്ന് ഭാഗ്യ TV കാണുന്നുണ്ട്. തൊട്ടപ്പുറത്തെ വീട്ടില് ഒരു ചേട്ടൻ എന്തോ തട്ടുപണിയിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ടും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ സത്യത്തിൽ ചിക്കൻ മാത്രം വെക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന. സൺഡേ ആയിരുന്നു. അപ്പോൾ സൺഡേ നമ്മൾ ചിക്കൻ വെക്കുന്ന ഒരു പരിപാടി നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഉള്ളതാണല്ലോ. ചിക്കനാ, പോത്ത, ആട, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമ്മുടെ കടയിലെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാരുണ്ട്, അവർ ഈ ചിക്കൻ കഴിക്കില്ല, അറുത്ത ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും മീൻ കൂട്ടാൻ വെക്കണം. അപ്പോൾ ഒരു ചമ്മന്തി കൂടി അടിച്ചൊരു കപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വ്ളോഗും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ എളുപ്പപ്പണിക്ക് ഇറങ്ങിയിരിക്കുന്നത്. എളുപ്പപ്പണിയല്ല, പണിയാണ്. എന്നാലും അത് ആ വഴിക്ക് അങ്ങോട്ട് പോയിക്കോളൂല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ മീൻ ആകെ 6 എണ്ണമുള്ളൂ കേട്ടോ. ജസ്റ്റ് മത്തി മുക്കി കഴിക്കല്ലേ, കൊള്ളി മുക്കി കഴിക്കുക. കൊള്ളി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില്, നമ്മുടെ തൃശ്ശൂര് കൊള്ളി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കപ്പാന്നാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. ചാളൊക്കെ ഞാൻ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ആകെ 6 എണ്ണമുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ബാബേട്ടൻ കൊണ്ടുവന്നില്ല, ഇന്നലെ ചേട്ടന്മാർക്ക് കറി വെച്ച് കൊടുത്തതിൽ ബാക്കിയാണ്. ഇന്നലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാല്ലേ. ഇത്തിരി കപ്പ പുഴുങ്ങിയത് തിന്നാനായിട്ട് ഇത്ര ധാരാളം. കല്ലുപ്പിട്ട് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് ഇതിനെ മുളകിട്ട് നല്ല വറ്റിച്ചെടുക്കാം. മണുണ്ട് നമുക്കിതിലേ. പ്രില്ലില്ലേ, അത് ചെറുനാരങ്ങ ടൊറച്ചാലും മതി, അല്ലെങ്കിൽ ഈ പ്രില്ല, അല്ലെങ്കിൽ ഇങ്ങനെ വിമ്പാറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കഴുകിയാലും മതി. നമ്മുടെ ഈ TV-യുടെ ശബ്ദം ഉണ്ടാവും കേട്ടോ. ബാക്കി ഞാൻ TV-യുടെ ശബ്ദം കുറയ്ക്കാൻ പറഞ്ഞിട്ട് അത് ചാനൽ മാറ്റുമ്പോൾ വീണ്ടും വീണ്ടും കൂടി പോവാ. ഞാൻ പറഞ്ഞു മടുക്കും. അപ്പോൾ ഇതേ കണ്ടാവും. നമ്മുടെ കുടംപുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുള്ളി വേണം. സാധനം കയ്യിലെടുത്ത് അപ്പൊ കണ്ടായി അമ്മേ വേപ്പിന്റെ എല്ലാം പൊട്ടിച്ചോണ്ടരാ പറഞ്ഞ പോലെ. അത് ഇത്തിരി ഭംഗിയുള്ളത് പൊട്ടിക്കായിരുന്നില്ല. നിൽക്കുന്നു ഈ വക അഭ്യാസങ്ങൾ കാണിക്കുന്ന പുത്രന്മാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഗുഡ് ബോയ്. ശക്തി കൂടി വരുന്നുണ്ട് നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന്റെ ഭാഗമായിട്ട്. വെളുത്തുള്ളി നോക്കാട്ടോ, നോക്കല്ല തൊണ്ട് കളയാ. വേപ്പിന്റെ എല്ലാം റെഡിയാണ്. എല്ലാം അങ്ങനെ അസംബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാ, അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഞാൻ ഇന്നലെ 2-3 ദിവസം മുമ്പ് ചിക്കൻ വെച്ചപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല. പച്ചമുളക് വേപ്പിൻ്റെ ഇലയായി. നമുക്ക് ഇഞ്ചി ഒന്ന് നുറുക്കാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. നമ്മുടെ കടയിൽ നിന്ന് ചേട്ടന്മാരോട് പറയുള്ളൂ കേട്ടോ. അന്നന്ന സാധനങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ പരിപാടി ഇല്ല. കാരണം ഫ്രഷ് നമുക്ക് കിട്ടാൻ മാർഗമുള്ള കാരണം ഉണ്ടാവാം ഞാൻ അങ്ങനെ ചെയ്യാത്ത. അപ്പോൾ നമുക്ക് ഇതിനെ 1-2 ദിവസം ഫ്രഷ് ആയിട്ടിരിക്കും. അതങ്ങനെ ഇരുന്നോളും. ഇപ്പൊ തക്കാളി വേണം. കപ്പ ഇതിനുള്ളിൽ ഇരിക്കുന്നുണ്ട്. കപ്പ നമുക്ക് പിന്നെ റെഡിയാക്കാം. തക്കാളി നമുക്ക് അത്യാവശ്യം സ്ലൈസ് ആയിട്ട് അരിഞ്ഞു കൊടുക്കണം കേട്ടോ. നല്ല സ്ലൈസ് ആയിട്ട്. ഞാൻ പണ്ട് നമ്മുടെ ഈ ഫിംഗർ ക്യാപ്പ് ഇടായിരുന്നു. പക്ഷെ ഇപ്പൊ ചാനലൊക്കെ തുടങ്ങിയപ്പോഴേ സത്യം പറഞ്ഞാൽ എപ്പോഴും തിരക്കാം. ചാനൽ തുടങ്ങുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഇത് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി. തിരക്ക് കൂടി വന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടൻ്റെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയപ്പോൾ. ഈ പഠിപ്പിക്കലാണ്, ടീച്ചർമാർ പഠിപ്പിക്കുകയാണെങ്കിലോ നമ്മൾ ബേസ് 1-ാം ക്ലാസ് ആയതുകൊണ്ട് ബേസ് ഇല്ലാണ്ട് പോയാൽ ചിലപ്പോൾ പണി കിട്ടിയാലോ എന്ന് വെച്ചിട്ട് ഇപ്പം ഞങ്ങൾ ഭയങ്കരമായി പഠനത്തിലാണ്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വലിയ വലിയ കാര്യങ്ങൾ ആൾക്ക് പെട്ടെന്ന് പഠിക്കും. പക്ഷേ ഈ
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ അത് പഠിക്കാനേ പാട്. പിന്നെ ടീച്ചേഴ്സ് എക്സാം ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി മതി കേട്ടോ, ഒരെണ്ണം മതി. നാടൻ പച്ചമുളക് അരിയുമ്പോൾ ഈ സംഭവം ഇട്ടില്ലെങ്കിൽ പനിപ്പാലും മോനെ ദിനേശ. നമ്മൾ കാശ്മീരി ചില്ലിയാണ് ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് നല്ല കളർ കിട്ടാൻ. എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു. എന്നോട് നല്ലൊരു കുട്ടി ചോദിച്ചു, ചേച്ചി എനിക്ക് ഒരു പണി അറിയില്ല, അതറിയില്ല ഇതറിയില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ എത്ര വയസ്സായിട്ട് വളരെ ഒരു 18 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ പിടിച്ചോളൂ മോളെ എന്ന് പറഞ്ഞു. വിഷമിക്കൊന്നും വേണ്ട, അത് പറഞ്ഞാൽ തന്നെ പിടിച്ചോളൂ. ഇന്നത്തെ കാലത്ത് കുക്കിംഗ് ഒന്നും പഠിക്കാൻ ഒരു പാടില്ല അല്ലേ. നമ്മുടെ ചേച്ചിമാരെ ചാനൽ അങ്ങ് നീർന്ന് കിടക്കല്ലേ. ഇത് മാത്രം എന്താണോ വീട്ടമ്മമാർക്ക് ശീലാവാത്ത അല്ലേ, ബാക്കി എല്ലാവരും ശീലിക്കും. പക്ഷെ ഈ സാധനം എന്തോ കഴിഞ്ഞാല് കണ്ണരിയില് മാറില്ല. ഓ ചട്ടിയിൽ കറി വയ്ക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ഇത്. കണ്ണൊക്കെ എരിഞ്ഞൊരു പരിവായി. ചട്ടി അടപ്പത്തിരിക്കട്ടെ. ഈ ചട്ടി ഏകദേശം ഒരു 7 കൊല്ലം പഴക്കമുണ്ട് കേട്ടോ. ഇതിനേക്കാളും പഴക്കമുള്ള ചട്ടികൾ നിങ്ങളിൽ ഉണ്ടാവുന്നൊക്കെ അറിയാം. പക്ഷെ ഞാൻ കുക്കിംഗ് പഠിച്ചിട്ടും പാചകം തുടങ്ങിയിട്ട് 7 വർഷമായിട്ടുള്ളൂ, കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ പുക വന്നു തുടങ്ങുമ്പോഴാണ് നമ്മളിലേക്ക് എണ്ണ ഒഴിക്കേണ്ടത്. നമ്മളെന്നും കറി വയ്ക്കുന്നതുകൊണ്ട് എണ്ണയ്ക്ക് ഇങ്ങനെ കിനിഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇങ്ങനെ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് പച്ചമണം മാറട്ടെ. അപ്പം അതിലേക്ക് നമ്മുടെ ഈ ഉള്ളി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ അത്രയ്ക്ക് ടേസ്റ്റ് എന്തായാലും സവോള ഇട്ടാൽ വരില്ല കേട്ടോ. നമുക്ക് അതിലേക്ക് അത് നന്നായിട്ടൊന്ന് വഴലട്ടെ. അതിൽ നമുക്ക് കുറച്ച് നമ്മുടെ ഈ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് നന്നായിട്ട് ആയി കിട്ടും. ചട്ടിയിലെ തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞിട്ട് കൊടുക്കാം. നോൺ വെജ് ആകുമ്പോൾ പെട്ടെന്ന് ദഹിക്കാനൊക്കെ ഇഞ്ചി നല്ലതല്ലേ. അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി 2 പൊട്ടിട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ തളിര് വേപ്പിൻ്റെ ഇല കുറച്ചങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് കിടന്ന് നന്നായിട്ട് ഒന്നാവട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ തയ്യാറാക്കണം അല്ലേ. അപ്പോൾ നമുക്ക് പൊടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ പാത്രത്തിലിടാം കേട്ടോ. ഈ പാത്രത്തിൽ നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലി, ഒരു 2 ടീസ്പൂൺ ഉണ്ട്. ഈ ഉലുവയുടെ മണം നല്ല സ്മെല്ലാണ്. അത് മഞ്ഞൾപ്പൊടി അല്ല, മഞ്ഞൾപ്പൊടി ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നല്ല കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് 2.5 ടീസ്പൂൺ എന്താ കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. വഴട്ടി വെച്ചിരിക്കുന്ന ആ സംഭവത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെള്ളത്തിലാക്കിയിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് നമുക്ക് തീ കൂട്ടി വെച്ചിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്ന വരെ വഴറ്റി. കുറച്ച് പുളി വെള്ളമാണ് കേട്ടോ, കുടംപുളിയുടെ വെള്ളം. അപ്പോൾ ഇതിൽ കുറച്ച് ബാക്കിയില്ലായിരുന്നേ. അപ്പോൾ നമുക്ക് ഇതും കൂടി ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തായാലും സംഭവം അടിയെ പിടിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ വേറൊരു പണി ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കറികളൊന്നും അടിയെ പിടിക്കില്ല കേട്ടോ. ഇതൊരു പണി ചെയ്യുന്നതിന് 100 പണി ചെയ്യാൻ പോകുമ്പോഴാണ് പാല് തിളച്ച് പോവുക, അടിയെ പിടിക്കുക, ഈ വക സംഭവങ്ങളൊക്കെ നടക്കുക. തക്കാളി നമ്മൾ ചെറുതായി അരിഞ്ഞു കൊടുക്കുക കാരണം കൊണ്ട് തന്നെ അത് പെട്ടെന്ന് അങ്ങ് വഴണ്ട് കിട്ടും. നമുക്കതിൽ കുറച്ച് വെള്ളം നമ്മുടെ കുടംപുളി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചാറിനനുസരിച്ചുള്ള വെള്ളം, ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം ഉപ്പുണ്ട്. നമുക്കിനി ഒന്ന് നമ്മുടെ തക്കാളി സംഭവങ്ങളൊക്കെ ഒന്ന് വെന്തോടായിട്ടെ നമുക്ക് അതിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അപ്പം നന്നായിട്ട് കണ്ട ഗ്രേവി നല്ല കട്ടിയിൽ എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇവിടെ കഴുകി വാരി വെച്ച നമ്മുടെ ചാളക്കൂട്ടനെ അരിക്കാണ്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ മുട്ടയുണ്ട് ഇവിടെ, അതിൻ്റെ പലിഞ്ഞെന്നാണ് പറയുക, അത് ഇട്ട് കൊടുക്കുക. സിമ്മിലിട്ടിട്ട് കുറച്ച് നേരം നമുക്ക് അടച്ച് വയ്ക്കാം.
ഇപ്പം ഇങ്ങനെ ഇളക്കിയ കുഴപ്പമില്ല, പക്ഷെ ഒന്ന് വെന്ത് കിട്ടി ഇളക്കിയിട്ടുണ്ടെങ്കിൽ ആ ചാളമത്തെ മാംസം മൊത്തം ഇങ്ങനെ ഇളകി പോലും. ഇപ്പം നമുക്ക് ചാറെടുത്തിട്ട് ഉപ്പില്ല, ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. വാവ്, വാട്ട് എ സ്മെൽ. നോക്കാട്ടോ. കഴുകി കൊണ്ടൊക്കെ നമ്മുടെ കറിവേപ്പില ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതാണ് നമ്മുടെ മീൻകറി. ഇപ്പം നമ്മളൊരു വിഭവം റെഡി ആയിട്ടാണ്. ഇത് നമുക്ക് അടുത്ത വിഭവം റെഡിയാക്കാം. അപ്പോൾ ചിക്കൻ ഞാനവിടെ കഴുകി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വലിയൊരു പാത്രത്തേക്ക് വെള്ളം ഇല്ലാണ്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുരുമുളക് പൊടി. ഇപ്പോൾ എല്ലാവർക്കും കിട്ടാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കങ്ങനെ കുരുമുളക് പൊടിക്ക് അത്ര വലിയ ക്ഷാമമില്ല. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് നമ്മൾ കുറച്ച് ഉപ്പ് ഇടുക, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഒരു പൊടിക്ക് നമ്മളേ ഈ മറ്റേ നമ്മുടെ സോയാ സോസും കൂടി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ശ്രീകുട്ടൻ്റെ അല്ല നല്ലൊരു കളറ് കിട്ടും നമ്മുടെ ചിക്കൻ വറുത്ത് എടുക്കുമ്പോൾ. ഒരു പുളിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ വറുത്ത ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടേ നമുക്ക് ഇത്തിരി ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ തക്കാളി അരച്ചൊഴിച്ചാൽ മതി. അത് ഇപ്പോൾ ഒഴിക്കണമെന്നില്ല, നമ്മൾ കൂട്ടാൻ കാച്ചും ഒഴിച്ചാൽ മതി. പക്ഷെ ഇത് ഇങ്ങനെ ചിലപ്പോൾ ശ്രീകുട്ടൻ ഇങ്ങനെ കഴിക്കും. അത് കാരണം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 10-20 മിനിറ്റ് നമ്മൾ ഒന്ന് ഇതിലത്തെ സാധനങ്ങളൊന്ന് പിടിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. നന്നായിട്ട് നമുക്ക് ചിക്കനോടെ ഇരിക്കണം കേട്ടോ. നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം, ചൂടാവട്ടെ. സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് ഒഴിച്ച് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്ന് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ, കാരണം ചിക്കനിൽ നിന്ന് അത്യാവശ്യം നെയ്യ് ഇറങ്ങും. അപ്പോൾ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെച്ച് നമ്മുടെ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ അവിടെ കിടന്നാവട്ടെ. അപ്പോൾ നമുക്ക് അതിലേക്ക് വേണ്ട ഗ്രേവിക്കുള്ള സംഭവങ്ങൾ ഒരുക്കാം കേട്ടോ. ചേച്ചിമാരെന്നോട് നോക്കുന്നത് പാത്രങ്ങൾ അപ്പപ്പം കഴുകിയിരിക്കണം. അപ്പോൾ നമുക്ക് അപ്പപ്പം കഴുകിയിരിക്കണം. അതിനേക്കാൾ മുമ്പ് നമ്മളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ കപ്പ നമുക്ക് റെഡിയാക്കണ്ടേ. മുറത്തിലൊക്കെ ഇട്ടിട്ട് വെട്ടുന്ന ആ ഒരു സീനൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഞാൻ കപ്പ വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വെട്ടുണ്ടാക്കാം. എല്ലാവരും ഇങ്ങനെയാണ് വെട്ടുന്നത്, എനിക്കറിയാം. കപ്പ റെഡി. പൊട്ടക്കപ്പയാണോ? കുറച്ച് കളർ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. ഞായറാഴ്ച ആയതുകൊണ്ട് ചിലപ്പോഴേ നമ്മൾ വന്നിട്ടുണ്ടാവില്ല. അതല്ലതാണ് നല്ല വെളുത്തിരിക്കുന്നുണ്ട്. ഇതിന് വേണ്ട ചെറിയൊരു കറുപ്പ കളർ വേണ്ട. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു വെട്ട് വെട്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ തിക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊളിച്ചെടുക്കാം. അങ്ങനെ നന്നായി കഴുകണം നമ്മൾ. അല്ലെങ്കിൽ മണ്ണ് ഇരുന്നുണ്ടെങ്കിൽ മണ്ണ് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഇതാണ് നമ്മുടെ 2-3 വട്ടം ഞാൻ ഉപയോഗിച്ചു കേട്ടോ. ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചു. പക്ഷേ പെട്ടിയിലാക്കിയിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെക്കില്ല കേട്ടോ. ഇത് നമ്മുടെ ഡൈനൈസ്ഡിൻ്റെ കുക്കറാണ്, PGൻ്റെ ആണ് കേട്ടോ സംഭവം. ഇത് ഞാനൊരു ഫ്രണ്ടിന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. PGൻ്റെ പരസ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ മേടിച്ചതാണ് കാശ് കൊടുത്ത്. അപ്പോൾ ഇത് നമ്മുടെ കുക്കറിൻ്റെ കൂടെ ഇത് നമ്മൾക്ക് ഈ കപ്പിയൊക്കെ പുഴുങ്ങിയിട്ട് ഇതിലൊന്നും നിറയെ ഓട്ടകളുണ്ട് കേട്ടോ. ഈ ഓട്ടകളിൽ കൂടെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് പൊക്കോളൂ. ഇത് നമുക്ക് എന്തെങ്കിലും അടച്ച് വെച്ച് വേവിക്കണമെന്നുള്ള സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കർ എന്ന് പറയുന്നത്. നല്ലതാണ്. നിങ്ങൾക്ക് വല്ലതും കുക്കർ മേടിക്കാനായിട്ട് ഇതിന് 5 ലിറ്ററിൻ്റെ ഉണ്ട്. കുക്കർ മേടിക്കാനായിട്ട് വല്ലവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളിത് മേടിച്ചോളൂ. എന്നിട്ട് നമ്മൾ കഴുകി വീട്ടിലേക്ക് വെച്ച് നമ്മുടെ കപ്പ അങ്ങനെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കപ്പ അത്ര വലിയ നല്ല കപ്പയൊന്നുമല്ല, ഭംഗിയൊന്നും ഇല്ല കാണാൻ കപ്പേനെ.
ഇതൊക്കെ ആക്കിയിട്ട് കുറേ നാളായി. അത് കാരണം എത്ര വെള്ളം ഒഴിക്കണമെന്ന് എനിക്ക് വലിയ നിശ്ചയമില്ല സത്യം പറഞ്ഞാൽ. എന്നാലും ഞാൻ വെള്ളം ആവശ്യം അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഊറ്റി കളയുകയും ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് മുകളിൽ നിൽക്കണത് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇത് വേവിക്കാം. പുറത്തേക്കാണ് ഇതിൻ്റെ ഒരു അത് കാരണം എനിക്ക് ഇത്തിരി ഇഷ്ടക്കുറവ്. നല്ല കുഴപ്പമില്ല, നല്ല കംഫർട്ടബിളാണ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ട കപ്പ റെഡി ആവട്ടെ. നമുക്ക് ഗ്രേവിക്ക് വേണ്ട സംഭവങ്ങൾ തയ്യാറാക്കി എടുക്കാം. സവാള അരിയാം, 3 എടുക്കാം, ഒരു മീഡിയം സൈസിലുള്ളത് കേട്ടോ. നമ്മുടെ ഗണേശ് ചേട്ടൻ ഉണ്ടല്ലോ, നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ രണ്ടാമത്തെ തവണ നമ്മൾ ചിക്കനിലേക്കുള്ളത് അരിയുമ്പോൾ അതിൽ സവോള ഇട്ടു, ഇഞ്ചി ഉണ്ടല്ലോ, അയ്യോ കണ്ണേ അമ്മോ, നമ്മുടെ ഇഞ്ചി തൊലി കളഞ്ഞത് വന്നേ വീണേ. പിന്നെ നമ്മുടെ വെളുത്തുള്ളി നമുക്ക് ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്യുന്നതാണ് കാണിക്കണത് കേട്ടോ. ഞാൻ എന്തൊക്കെ ചെയ്തിന് ഇതിൻ്റെ ഇതുണ്ടല്ലോ, ഈ തൊണ്ടൊന്നും കളയില്ല, ഞാൻ ഇതെങ്ങനെ എടുക്കും. അത് നമ്മളിതിലെടുക്കും. പിന്നെ ഇഞ്ചി ഇട്ട് കൊടുത്തു, വെളുത്തുള്ളി, ഇനി പച്ചമുളക്, ഇപ്പം രണ്ടാമത്തെ റൗണ്ട് നമ്മുടെ സവോള ഇട്ടപ്പോൾ കേട്ടോ. കണ്ടോ, അപ്പോൾ വലിയ കാര്യമായിട്ട് കൈട്ടിളക്കാൻ നിൽക്കണ്ട, കാരണം വെറും തക്കാളി ഇട്ട് കൊടുക്കാം. പൊടികളും കൂടി എടുത്ത് വയ്ക്കുക കേട്ടോ. ഇത് മുമ്പന്നെ എടുത്ത് വയ്ക്കണല്ലേ, മറപ്പൊടി എളുപ്പം. നല്ല ഫ്രഷായിട്ടുള്ള നമ്മുടെ ഇതാ. അപ്പം മല്ലിയില നമുക്ക് അരി കൊടുക്കാം. ഭയങ്കര ഇഷ്ടമാണ് മല്ലിയില. ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുരുമുളക് ഇട്ട് കൊടുക്കാം. കപ്പ ഒരു കിലോ വന്നു. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കുക, ഗരം മസാല ഇട്ട് കൊടുക്കുക, ചൊറുക്ക ഉണ്ടല്ലോ ഉണ്ട് അത് ഇതും ഇതുപോലെ തന്നെ നമ്മൾ കരിയാണ്ടിരിക്കുക തന്നെയാണ് ഇങ്ങനെ ചെയ്യണത്. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ വിനാഗിരി ഒഴിക്കണത്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഞാൻ പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നല്ലൊരു കിടുക്കാച്ചി നമ്മുടെ ചിക്കൻ കറി കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ തൈര് ആഡ് ചെയ്യാം, നമ്മുടെ ഈ ചുറുക്കയ്ക്ക് പകരം തൈര് ആഡ് ചെയ്യാം. എന്താ പറയുക, നമ്മുടെ കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാർക്ക് പൊടി ഇട്ടിട്ട് അത് കരിയാണ്ട് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാൻ അറിയാം. അപ്പോൾ നമ്മളത് ചിക്കനിലേക്കുള്ള ഗ്രേവിക്കുള്ളതാണ് കേട്ടോ നമ്മുടെ പാത്രം. കൈയൊക്കെ നീറി തുടങ്ങി നാടൻ മുളകിൻ്റെ ആ പറ്റി വെളിച്ചെണ്ണ പറ്റിയൊക്കെ അല്ലേ. ഇങ്ങനെ മുളകിൻ്റെ നീച്ചം മാറാൻ എന്തെങ്കിലും ഐഡിയകളുണ്ടോ നിങ്ങളുടെ കയ്യിൽ? അമ്മ കടയിലൊക്കെ ഇരുന്ന് മുളക് തരുമ്പോൾ നന്നായിട്ട് നീറുമെന്ന് പറയാറുണ്ട് അമ്മ. എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ഒക്കെ നമ്മൾ ഒരുമിച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്തായാലും നമ്മുടെ ശ്രീകുട്ട പൊട്ടിച്ചുകൊണ്ട് വന്നതല്ലേ, കുറച്ച് അധികം എടുക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ബർത്ത്ഡേക്ക് ചിക്കൻ കറി വെച്ചപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചായിരുന്നു എന്നോട്, ചിക്കൻ എങ്ങനെയാണ് ശ്രീജ വെച്ചതെന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ വെച്ചത് കേട്ടോ. പൊടിക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ശ്രീകുട്ടൻ ചിക്കൻ കറി വെച്ചത് കഴിക്കില്ല, ഈ സംഭവം കഴിക്കുള്ളൂ. ശ്രീകുട്ടൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഏട്ടനായാലും ഒക്കെ ഈ കപ്പ അല്ല ചിക്കൻ കറി വെച്ചതില്ല, ഇങ്ങനെ വറുത്തതാ കഴിക്കുള്ളൂ. ഇത് നന്നായിട്ട് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ഗ്രേവി ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കാം. മസാല നന്നായിട്ട് വഴളണം, നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ പോകണം. എന്നിട്ടേ നമ്മൾ തക്കാളി ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തക്കാളി വെള്ളം കാരണം കൊണ്ട് ഇതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറില്ല. തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കൊന്ന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കി നോക്കാം ഗ്രേവിയിൽ. ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഗ്രേവി നല്ല കട്ടി ഗ്രേവിയായി കണ്ട. ഇതിലേക്ക് നമ്മൾ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതുണ്ടോ ചിക്കൻ്റെ ഇപ്പോൾ നമ്മുടെ അടുത്ത ചിക്കൻ റെഡി. ഇതിന് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ അത്രയ്ക്കധികം ആൾക്കാരില്ലാത്ത കാരണം കൊണ്ട് ഈ ഒരു കട്ടി ഗ്രേവിയിൽ തന്നെ ഇത് ഓഫാക്കി തീ ഓഫാക്കി. പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടായതുകൊണ്ട് അധികം നേരം എന്താ പറയുക അങ്ങനെ വെന്തില്ലെങ്കിലും കുഴപ്പമില്ല. കുറച്ച് നേരം ഒരു 1-2 മണിക്കൂർ ഇരിക്കുമ്പോൾ നമ്മുടെ ഗ്രേവിയിലത്തെ മസാലയൊക്കെ നമ്മുടെ ചിക്കൻ്റെ പീസിലേക്ക് നിറഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കിടുക്കാച്ചി ചിക്കൻ കറി റെഡി കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് ചമ്മന്തി അരക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മറന്നു, നമ്മുടെ മല്ലിയില ഇട്ടില്ല. മല്ലിയില ഇട്ടില്ലെങ്കിൽ നമ്മുടെ കറിക്ക് എങ്ങനെ ടേസ്റ്റ് വരും? അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ മല്ലിയില ഇങ്ങനെ ഇത്തിരി കുന അരിഞ്ഞിട്ട് മുന്നിലിട്ടിട്ട് ഇപ്പം നമ്മൾ ഇളക്കാൻ പാടില്ല, കുറച്ച് നേരം അടച്ചു വയ്ക്കും. അപ്പോൾ ഒരു ഫ്ലേവറൊക്കെ പുറത്തേക്ക് വരും. ഇപ്പോൾ നമുക്കിത് മാറ്റിക്കാം കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ കപ്പ എന്തോന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മുടെ പുതിയ കുക്കറിലെ കപ്പ എന്തോന്ന് നോക്കാം. വാവ്, യു ക്യാൻ റിയലി ഡാൻസ്. വെന്തു കഴിച്ചോട്ടെ കേട്ടോ. അടുത്ത വെള്ളം ഇല്ലേ? ഞാൻ നമ്മുടെ പുതിയ വെള്ളമുണ്ട് പുതിയ പാത്രം കൊണ്ട് ഊറ്റാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വെള്ളം ഇല്ല എന്നുള്ള സങ്കടപ്പെട്ടു പോയി ഞാൻ. വെള്ളമുണ്ട്. ഞാൻ വിശത്ത് വെള്ളമായി. ഉപ്പ് പാകത്തിന് നല്ല ചൂടില്. അപ്പൊ നമ്മുടെ ഈ സംഭവമില്ലേ, നമ്മുടെ ഈ ഓട്ടയുള്ള നമ്മുടെ ഈ അരിപ്പ ഇതിങ്ങനെ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഇതോട് ഞാൻ ഇതുവരെ ഈ പരിപാടി ചെയ്തിട്ടില്ല. സൂപ്പറാണ് കേട്ടോ. കൈ കൊള്ളണേ. അതില്ലേ ഇതൊരു കാര്യമുണ്ട്, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതായത് നമ്മളിതിങ്ങനെ ഇട്ടിട്ട് ഒന്ന് തിരിച്ച ഊരിപ്പോയി. അതായത് അതിന്റെ കറക്റ്റ് കാടിയില്ലേ, അതായത് ആ സംഭവം അവിടെ ഇട്ടിട്ട് നമുക്കിത് പിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ പോയില്ലാന്ന് വിചാരിക്കണേ. പോയില്ല. വെള്ളം മുഴുവൻ അങ്ങനെ പൊക്കോളത് കണ്ടല്ലേ. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടും അതിന്റെ അടപ്പ് കണ്ടോ. അപ്പൊ നമുക്ക് ഇത് നല്ല ഐഡിയ ആണ്. അപ്പൊ ഞാൻ ഇതിന്റെ ലിങ്ക് താഴെ കൊടുക്കാട്ടോ. അപ്പൊ നമ്മള് മീൻകറി ഉണ്ടാക്കി, ചിക്കൻ കറി ഉണ്ടാക്കി, നമ്മുടെ കപ്പ, അതായത് ഞങ്ങളുടെ തൃശ്ശൂർ ഭാഷയിൽ നമ്മുടെ കൊള്ളി എന്ന് പറയുന്ന സംഭവം വേവിച്ച് വന്നല്ലോ. അപ്പൊ നമുക്കിനി നമ്മുടെ നാടൻ ചമ്മന്തി ഉണ്ടാക്കണ്ടേ. ചമ്മന്തി ഇല്ല, എന്ത് കപ്പ പാവങ്ങളുടെ ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക്. അപ്പൊ ചമ്മന്തിക്ക് ഞാൻ കുറച്ച് ഉള്ളി ഇങ്ങനെ നമ്മള് തൊലി കളയുന്ന പ്രോസസ്സിലാണ് കേട്ടോ. ഇത് ചമ്മന്തി ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. കുറച്ച് ഉള്ളി ഉപ്പും ഈ നാടൻ മുളക് ഇട്ടിട്ട് മിക്സിയിൽ ഒരു കറക്കിണെങ്കിൽ നമ്മുടെ ചമ്മന്തി റെഡി ആയി കിട്ടും. സത്യം പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം അതാ. പിന്നെ നല്ല നമുക്ക് ഏറ്റവും ടേസ്റ്റ് ഏതിനാന്ന് നോക്കണ്ടേ. നോക്കണേക്കാളും മുമ്പ് ഞാനൊരു കാര്യം പറയാം. എനിക്ക് ഈ സംഭവം ഇഷ്ടം കേട്ടോ. എനിക്ക് ചിക്കനും മീനൊന്നും കൂട്ടി കപ്പ കഴിക്കുന്നത് ഇഷ്ടമില്ല. എനിക്ക് ചമ്മന്തി കൂട്ടി കഴിക്കുന്നത് ഇഷ്ടം. ഞാൻ നമ്മുടെ കടയിൽ പോയിട്ട് ഏറ്റവും വലിയ ഉള്ളികൾ മാത്രം എടുത്തുകൊണ്ട് വരുള്ളൂ. ഞാനാണ് കടയിൽ പോയി ഉള്ളി എടുത്തുകൊണ്ട് വരുന്ന ആള്. കാരണം എനിക്ക് ഉള്ളി അരിഞ്ഞ് ഈ കണ്ണീന്ന് വെള്ളം വരൽ മാത്രമല്ല, പിന്നെ വലിയ ഉള്ളി കാണുമ്പോൾ ഇത്തിരി സന്തോഷം. ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, ഇത് നമുക്ക് കഴുകാം. നമ്മുടെ സുജാതേച്ചിയുടെ കൊച്ചുമോളെ എടുക്കാം. ഉള്ളിയുടെ ഇത് നമ്മൾ ഇത് ഉള്ളി ഉണ്ടല്ലോ, എന്നിട്ട് പറയാം ചെറുള്ളി ഇതിലേക്ക് ഇടുക. പച്ചമുളക് ഞാനിപ്പോൾ നാടൻ പച്ചമുളകാണ് എടുക്കണേ. അത് കഴുകിയത് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാകുമ്പോൾ ഒത്തിരി കൂടി നന്നായിട്ട് അരഞ്ഞ് നമുക്ക് കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോയിട്ട് അടിക്കാം. ഇത് പോയി അടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചമ്മന്തി ഞാൻ അടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടാ. നല്ല പുളി നമ്മൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ചമ്മന്തിയുടെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അതിലേക്ക് നമ്മൾ കുറച്ച് നാടൻ വെളിച്ചെണ്ണ, നമ്മുടെ വീട്ടിൽ ആട്ടിച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ലും കൂടെ വരുമല്ലോ. അപ്പോൾ സൂപ്പറായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്.
ചിക്കൻ, മീൻകറി, ചമ്മന്തി 3 റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഭാഗ്യനോട് ചോദിക്കാം ഏതാണ് ടേസ്റ്റ് കൂടുതൽ. 4 ഉണ്ട്. ഏതാണ് ടേസ്റ്റ് കൂടുതൽ, ഏതിനാണ് ടേസ്റ്റ് കൂടുതൽ? ഏതാ ടേസ്റ്റ് ലാസ്റ്റ് പറയണം കേട്ടാ. എല്ലാം കുടിച്ചു വന്നിട്ട് ചിക്കനും കപ്പയും കോമ്പിനേഷൻ അല്ലേ? ചിക്കനും കപ്പയും അല്ലെങ്കിൽ നമ്മൾ കോമ്പിനേഷൻ ആക്കും അല്ലേ? നല്ലത് മീൻകറിയോ അത് തന്നെയാണ്. ചമ്മന്തി സൂപ്പറാണ്. പക്ഷെ ചിക്കൻ നന്നായിട്ടുണ്ട്. കപ്പയുടെ കൂടെ കഴിക്കാൻ ചിക്കനെ വെള്ളം വിളിച്ച ശ്രീകുട്ട സഹിക്കില്ല കേട്ടാ. ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു കഷ്ണം പൊട്ടിച്ചിട്ട് ചമ്മന്തിയിൽ ഇങ്ങനെ, ചമ്മന്തി അധികമായ ചിലപ്പോൾ ഇരിക്കും. അപ്പം അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കാമല്ലേ? ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. ചമ്മന്തിയിൽ പ്രതീക്ഷിച്ച അത്രയ്ക്ക് എരിവൊന്നുമില്ല. അന്ന് നാടൻ മുളകിൻ്റെ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട്. അടിപൊളിയാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ ചമ്മന്തിയാണ് എനിക്കിഷ്ടം. ഇവിടെ ചമ്മന്തി അതിന് വെള്ളം വരില്ല. ഇത് നമ്മുടെ മത്തി മുളക് ഇട്ടത് കേട്ടോ. ചിക്കൻ കോമ്പിനേഷൻ അല്ല എന്നാണ് പറയണേ. നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് നമ്മുടെ ചിക്കൻ കറി. അയ്യോ എൻ്റെ മേത്തിക്കൊക്കെ പോകും. വറുത്ത് വെച്ച ചിക്കനാ അടിപൊളി ടേസ്റ്റ് ആവും. അതും നമ്മുടെ കപ്പയും അടിപൊളി നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ട്. 3 വിഭവങ്ങളും അടിപൊളിയായിട്ടുണ്ട്. കപ്പയുടെ കൂടെ ഏതും പോവും. കപ്പ നമ്മുടെ ദേശീയ ഭക്ഷണമാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.